8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ പെട്ടെന്നൊരു ദിവസം തീരെ വയ്യാണ്ടായി, വെന്റിലേറ്ററിൽ കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു വെറും 0.5%, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സൊക്കെ കരയാണ്, ഒരുപാട് കാലമായിട്ട് എൻ്റെ ഉമ്മ ട്രീറ്റ്മെന്റിലാണ്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആൾക്ക് ബോധമില്ല, 4 ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത്, ഇനി വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസീനോ അല്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു, ഡോക്ടർ ഗീത, അറിയുന്നുണ്ടാവും, മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്ത് നോക്കാം, എന്താവുന്ന നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം. കൺസെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്കൊരു സർജറി ചെയ്യാൻ പറ്റൂല. ആ ഒരു ഡോക്ടർ കൺസെന്റ് ലെറ്റർ പോലും ഇല്ലാണ്ട് എൻ്റെ ഉമ്മാനെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി. ചെറിയൊരു ഹോപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ വെച്ച് മരണപ്പെടും. എൻ്റെ വാപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കൺസെന്റ് ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ എടുത്ത തീരുമാനം എൻ്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഡോക്ടർ കടന്നു വരും, പഠിച്ചോനെ എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള 3 പേർക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യമായിരുന്നു. പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, പൈസ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞതിൽ കോവിഡ് സമയത്ത് പേഷ്യന്റ് ഛർദ്ദിച്ചതിൽ അതിലൊരു നാണയത്തൊട്ട് തരുന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരുടെ യാതൊരു റെപ്യൂട്ടേഷനും ബാധിക്കാതെ ഒന്നും നോക്കാതെ എൻ്റെ ഉമ്മാന് തിരിച്ചു തന്നൊരു ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഞാൻ എടുത്ത തീരുമാനമല്ലോ, ഞാൻ ഡോക്ടറെ ആവൂ, എവിടെങ്കിലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല. അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ആഗ്രഹം വെക്കുന്നത്. റിപ്പീറ്റ് ചെയ്തു, ഞാൻ നല്ല വൃത്തിക്ക് പൊട്ടി. 607 എൻ്റെ സ്കോർ. എനിക്ക് MBBS കിട്ടി. MBBS കിട്ടിയത് ഹൈദരാബാദിലാണ്. പക്ഷെ ഞാൻ പോയില്ല, കാരണം എൻ്റെ ഉമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. ഈ വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ഉമ്മ, നിങ്ങൾ ഇവിടെ നിന്ന്. ഉമ്മ പറയും, പോയിക്കോ, നീ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അത്രയും ദൂരത്ത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം വരാൻ പറ്റും. വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ. ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് നിന്ന്. ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ ബാധിച്ചു. കോവിഡ് എന്നല്ല, അതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 7 മാസത്തോളം അസുഖം ഓരോ അവയവത്തിനെയും ബാധിച്ചുകൊണ്ടിരുന്നു. ഇന്റേണൽ ബ്ലീഡിങ് വന്നു. എൻ്റെ ഇടയിൽ കോവിഡ് ഒരുപാട് രീതിയിൽ എന്നെ എഫക്ട് ചെയ്തു. കിടന്ന് പഠിക്കാൻ തുടങ്ങി. അന്നും എൻ്റെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽപ്പെട്ടൊരു മനുഷ്യനാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ നിർത്തി എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ, പറ്റൂല, നീ ഇവിടെ നിന്നോ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം, നീ ഒരു വീടെടുത്ത് ഇവിടെ നിൽക്ക്, നിനക്ക് പഠിക്കാനുള്ള പാഷൻ നിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത്. ആ ഒരു മനുഷ്യൻ എന്നെ, സത്യം പറഞ്ഞാൽ 5 പൈസ പോലും ഫീസ് അടക്കാണ്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ലടാ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. അവിടെ കുത്തിയിരുത്തി പഠിപ്പിച്ചു. കഞ്ഞി വരെയൊക്കെ ഒരു തന്നിട്ടുണ്ട് ആ മനുഷ്യൻ. എനിക്ക് പഠിച്ചു. പക്ഷേ എക്സാം ഹാളിൽ കയറാൻ പോകുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ പറയാം. എക്സാം ഹാളിൽ ബയോളജിയിൽ എനിക്ക് ഫുൾ മാർക്കാ. കെമിസ്ട്രി വെറും 2 ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ബാക്കി ഫുൾ മാർക്കാ. ഫിസിക്സ് എത്തിയപ്പോഴേക്ക് എനിക്ക് തല കറങ്ങി. കാരണം എക്സാമിന്റെ തലേ ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഞാൻ. ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എക്സാം ഹാളിലേക്ക് പോകുന്നത്. സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എക്സാം ഹാളിൽ കയറി. ആ വർഷം, അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആ റിപ്പീറ്റ് ചെയ്ത വർഷം എനിക്ക് കിട്ടിയില്ല, ജസ്റ്റ് മിസ്സായി പോയി. സത്യം പറഞ്ഞാൽ എന്നെക്കാൾ അധികം അന്ന് കരഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. ഒരുപാട് കരയെന്ന് വെച്ചാൽ എനിക്കൊന്നും ലൈഫ് സത്യം പറഞ്ഞാൽ ബ്ലാങ്ക് ആയി പോയി. ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഡോക്ടർ ആവണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയും, എടാ നിനക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരുപാട് കഴിവുണ്ട്, നീ നോക്കിക്കോ. എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല, എനിക്ക് ഡോക്ടർ ആവണം. ഞാൻ ആഗ്രഹിച്ചതാ. എൻ്റെ പാരൻസ് പറഞ്ഞു, എടാ നീ വേറെ വല്ലതും നോക്കിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഇക്കാക്ക കുഴഞ്ഞു വീണ് മരിച്ചു. ഇതും കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞ ലൈഫ് ആകൂടി ബ്ലാങ്ക് ആയി. കാരണം എന്നെ റിപ്പീറ്റിന് പറഞ്ഞയക്കുമ്പോൾ ഇക്ക പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എടാ നീ പഠിച്ചിട്ട് വാ,
അന്ന് നമുക്ക് പന്തലൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്തണം, നീ വന്നിട്ട് നിന്റെ പേരിലൊരു ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. എക്സാം എഴുതി ഇക്കാക്ക പറഞ്ഞ പോലെ തന്നെ പന്തലൊക്കെ കെട്ടി. പക്ഷെ ആ കെട്ടിയത് എൻ്റെ ഇക്കാക്കൻ്റെ മയ്യത്ത് കൊണ്ടുവരാന്ന് മാത്രം. ആ ഒരു പ്രശ്നം കൂടി വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ലൈഫ് ബ്ലാങ്ക് ആയി പോയി. അന്ന് എൻ്റെ വാപ്പെടുത്ത വലിയൊരു തീരുമാനമുണ്ട്, ഡാ നീ റിപ്പീറ്റ് ചെയ്തോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇപ്പൊ നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം. കാരണം മനസ്സാകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 പേരുണ്ട്, ഭയങ്കരമായിട്ട് പഠിച്ചായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യം ചെയ്തത്. ഈ 8 പേരും കയറി, 7 പേരും കയറി, ഞാൻ മാത്രമേ കയറാത്തുള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ അത്രയും ടെൻഷൻ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഇമ്പിച്ച് നിക്കാക്ക മരണപ്പെടുന്നു. എൻ്റെ അസുഖം എന്ന് വെച്ചാൽ ഞാൻ പച്ചക്കിടപ്പിലായി 1.5 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ നിൽക്കുവാണ്, അധികം നടക്കാൻ വരും ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, അന്ന് എൻ്റെ വാപ്പ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, ഈ ഡിഗ്രി കോളേജ് നിനക്കൊരു ബസ് വെയിറ്റിംഗ് ഷെഡായി എന്നൊക്കെ കരുതിയാൽ മതി. കാരണം കുറച്ച് നേരത്തേക്ക് ബസ് വരുന്നവരെ നീ അവിടെ ഇരിക്കുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ നീ അവിടെ നേടിച്ച ബസ്സിൽ കയറിപ്പോവും. നിന്റെ ബസ് MBBS ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പൊ വാപ്പാനെ ഓൾ ഡിഗ്രിക്ക് പോകും. കാരണം നീ ഒന്ന് ചില്ലായി, നിന്റെ പ്രായത്തിലുള്ള എല്ലാവരും കളിച്ചു നടക്കുമ്പോൾ നീ ഇവിടെ ഇരുന്നിട്ട് കണ്ണീര് കാട്ടുന്നത് ഈ വാപ്പാക്ക് കാണാൻ പറ്റുന്നില്ല. ആ വാപ്പാന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഞാനൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഡിഗ്രിക്ക് കയറി ഫുൾ അലമ്പ്. കാരണം എൻ്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കാന്ന് ആലോചിച്ചു ഡിഗ്രിക്ക് ഞാൻ കളിക്കാനുള്ള എല്ലാ കളിയും കളിച്ചു. അന്ന് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ ആഗ്രഹം MBBS ആണ്, നിന്റെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, നീ അത് മറക്കരുത്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായില്ല, പക്ഷെ എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതേ ഞാൻ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം പറയാം. കോളേജിൽ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കാം, അപ്പൊ ഞാൻ ഈ 8 പേര് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അതിൽ ഒരാള് ആരോടും പറയാതെ ഒരു ദിവസം കോളേജിലേക്ക് വന്നു. നമ്മൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ കയറി വന്നിട്ട് ഒരൊറ്റ അടി, മുഖത്തൊരടി വന്നിട്ട് പറഞ്ഞു, നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഈ അഭിനയിച്ച് ജീവിക്കുകയെന്ന് ചോദിച്ചു. അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ, 100 കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. കാരണം അത്ര വലിയൊരു അപമാനം നമുക്ക് കിട്ടാനില്ല. എടാ നീ ആഗ്രഹിക്കുന്നത് MBBS ആണ്, നീ ആഗ്രഹിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റാ, എന്നിട്ട് എന്തിനാ ഇത്ര അലമ്പ് കളിച്ചിട്ട് നീ ഒരു ഡിഗ്രി കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്നും അല്ലാണ്ടായിപ്പോയി. അന്ന് ഞാൻ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, വാപ്പാ ഞാൻ MBBS ചെയ്യുന്നുള്ളൂ, ഡിഗ്രിക്ക് ഞാൻ കുറച്ചധികം മെഡിക്കൽ ലീവ് എടുക്കാൻ പോകാന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞു, എടുത്തോ, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, ഡിഗ്രി നീ കണ്ടിന്യൂ ചെയ്തോ. കാരണം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം, 10-20 വയസ്സായി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ, കുട്ടീനെ എത്ര കാലം നേരിട്ട് അങ്ങനെ പഠിപ്പിക്കണേ, നല്ല ചെറുക്കനുണ്ടല്ലോ, കല്യാണം കഴിച്ചിട്ടും പഠിക്കാലോ. ഈ തരത്തിലുള്ള ഒരുപാട് കാര്യം പറഞ്ഞിട്ട് നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. എൻ്റെ വാപ്പാന്റെ കാര്യത്തിലൊക്കെ അപ്പൊ റോൾ അവിടെ കുറവായിരിക്കും. നാട്ടുകാർക്കായിരുന്നു എന്നെ കെട്ടിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇവർ വാപ്പാന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇവക്ക് കല്യാണം കഴിക്കാൻ എന്തോ ചെറുക്കനുണ്ട്, നല്ല ചെറുക്കനാണ്, നോക്കിക്കോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു കാര്യത്തിൽ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് എത്തി കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തുന്നുള്ളൂ. അങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ലൈഫിൽ അടുത്ത ദുരന്തം. പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വീടിന്റെ മുകളിൽ കയറി, സ്റ്റെയർകേസിന്റെ മുകളിൽ കയറി, ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇരുന്ന് അവിടുത്തെ പുറത്ത് ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാ, ചെയറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കാലൊടിഞ്ഞു. പഠിക്കാൻ ഇനി വെറും 1.5 മാസമേ ഉള്ളൂ. ഇതിനകത്ത് 3 ആഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. കാല് കെട്ടിയിട്ട് ബെഡിലിട്ടു, അനങ്ങാൻ പോലും പറ്റില്ല. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോകണം. ഇങ്ങനെ ബെഡിൽ ഒറ്റ കിടക്കാം. നമുക്ക് ഇവിടെ നീറ്റ് ആസ്പിറൻസ് ഒക്കെ ഉണ്ടാവല്ലോ, ഒന്ന് കൈവെക്കോ. നീറ്റ് ആസ്പിറൻസ് മെഡിസിൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ ഈ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റൂല, കെമിസ്ട്രി ഒക്കെ വായിക്കാന്ന് വെച്ചാലും പുസ്തകം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. വെറും 1.5 മാസമേ ഉള്ളൂ പഠിക്കാൻ. എന്തൊക്കെയോ ചെയ്തു, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു. കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, 2 പ്രാവശ്യം ട്രൈ ചെയ്തില്ലേ, തോറ്റതല്ലേ, ഇനി പൊയ്ക്കോട്ടെ, ഇനി അവള് പോകുന്നോടെ പോയിക്കോട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു എന്ന് പറയിപ്പിക്കണം എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി പഠിക്കണം എന്ന് വാശി ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, എൻ്റെ കുടുംബക്കാരറിഞ്ഞില്ല. പക്ഷെ 2 ആളുകൾ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പയും, ഈ 2 മനുഷ്യന്മാരും മാത്രമാണ് ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത്. അങ്ങനെ നീറ്റിന്റെ എക്സാം ആയി. ലാസ്റ്റ് ഒരു 3 ആഴ്ചയാണ് ഞാൻ പഠിച്ചത്. തലേ ദിവസം സാറുമാരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, തസ്കി ഈ ഒരു സമയം ഇപ്രാവശ്യം നീ എന്തായാലും എടുക്കും, ഞങ്ങൾക്കറിയാം, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. എക്സാം ഹാളിൽ കയറി. ഇനി എൻ്റെ ഒരു വിശ്വാസം പറയട്ടോ, നമ്മൾ ഈ 313 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ വിശ്വാസപ്രകാരം ഒരു നല്ല നമ്പറായിട്ട് കാണുന്നത്. ഒരു
എന്താ പറയാ, നന്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ നമ്പറായിട്ട് 313 പറയാറുണ്ട്, അറിയുന്നവരുണ്ടാവും. അപ്പോൾ എക്സാം ഹാളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ, നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും. എൻ്റെ നമ്പറിന് മുന്നിൽ 313 ഫാത്തിമ തസ്കിയ കയറി പാടുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ്. ഓക്കെ, ഇതെന്തായാലും എനിക്കുള്ളത് തന്നെയാണ്. 313 വിജയത്തിന്റെ നമ്പർ. ഓക്കെ, എനിക്ക് കിട്ടും. ഭയങ്കര കോൺഫിഡൻസിലാണ് പോയി എഴുതിയത്. ആ വർഷം എക്സാം ഹാളെന്ന് അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക്. ഇല്ല പപ്പ, നമുക്ക് കിട്ടും ഇപ്രാവശ്യം, എന്തായാലും ഞാൻ MBBS ചെയ്തിരിക്കും, അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടൊരു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന്. കണക്ക് കൂട്ടി മാർക്ക് വന്ന് 684 മാർക്ക്. ഞാനിങ്ങനെ കരയാന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞു. പടച്ചോനോട് എത്ര ശുക്ർ ചെയ്യണമെന്ന് അറിയാണ്ട് കരയായിരുന്നു. കാരണം ലൈഫിൽ ഒരു 2-3 വർഷമായിട്ട് നല്ല വാക്ക് കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല. ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക്, ഓക്കെ നിനക്കത് കിട്ടി. അന്ന് എൻ്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുന്നിൽ എങ്ങനെ നന്ദി പറയുന്നതല്ല. കാരണം ഒരുപാട് പാരൻസിനോട് നിർത്തിക്കോ, ഒരു തവണയായി നിർത്തിക്കോ എന്ന് പറയാം. അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു. കാരണം ഒരിക്കലും എൻ്റെ വാപ്പാക്ക് ഞാൻ MBBS പോകുന്ന ഒരു നിർബന്ധമില്ല. ആ വാപ്പാക്ക് വാപ്പാടെ ഇഷ്ടത്തിന് വിടായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് കെട്ടിച്ച് വിടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എൻ്റെ കല്യാണം കാണുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, വാപ്പ ഞാൻ എൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ. അതും കേട്ട് നിന്ന് എൻ്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന് ആ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. തോൽക്കും, നമ്മൾ പിന്നെയും തോൽക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ജയിക്കണം. ഇല്ലെങ്കിൽ ഈ തോൽവി എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്. എപ്പോഴെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫയർ മാത്രം മതി, നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും. നിങ്ങൾ ഈ ചെറിയ മക്കളൊക്കെ നടക്കുന്ന ഒരു എക്സാമ്പിൾ എപ്പോഴും പറയുന്നുണ്ടാവും. ചെറിയ മക്കൾ നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിന് വീഴും. അപ്പോഴും നമ്മൾ ഒരിക്കലും ആരോട് പറയണില്ല, ഇല്ലടി അടുത്ത സ്റ്റെപ്പ് വെക്കണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ അവരെ കൈപിടിച്ച് നടത്തുന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനും ആദ്യത്തെ അറ്റംപ്റ്റിൽ എല്ലാ കാര്യങ്ങളും ജയിക്കണമെന്നില്ല. നമ്മുടെ ഏറ്റവും ഉന്നതിലിരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ തോറ്റിട്ട് അവിടെ എത്തിയിട്ടുള്ളവരാ. അപ്പോൾ ഇവരോട് പറയാനുള്ളതാ. പിന്നെ ഒരു കാര്യം, +2 മോഡൽ എക്സാമിന് വരെ ഫെയിലായ ആളാണ് ഞാൻ. ചെറിയൊരു മാർക്ക് കിട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് MBBS കിട്ടുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോട് പറയാ, മോഡൽ എക്സാമിന് ഫെയിൽ ആയതിനു ശേഷം എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇവിടെ വന്നിട്ട് തോറ്റു എന്നുള്ള പേരുണ്ടാക്കുക, നീ പാസ്സായാൽ മതി, നിങ്ങൾക്ക് ഫുൾ A+ എന്തായാലും കിട്ടൂല എന്നറിയാം, പക്ഷെ പാസ്സായി കാണിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് എൻട്രൻസ് കിട്ടിയതിന് ശേഷം എന്നെ ആദ്യം വിളിച്ചതിൽ ഒരാളാ ടീച്ചറാ, നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എങ്ങനെ കയറി? അതായത് നമ്മൾ അപമാനിച്ച, ഇല്ലെങ്കിൽ നിർത്തി പൊരിച്ചിട്ടുണ്ട് എന്നൊക്കെ, നീ എവിടെ എത്തൂലെന്ന് ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറെ മുന്നിൽ, ടീച്ചറെ ഞാനിവിടെ കയറിയിട്ടോന്ന് ചിരിച്ചോണ്ട് പറയാൻ പറ്റണം. ആ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഫീൽ. ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും സ്വാഭാവികമായിട്ട് എൻ്റെ ചെറിയ ആളുകളായിരിക്കും തോന്നുന്നു. അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഇതാ, ലൈഫിൽ നമ്മൾ തോൽവി ഒരിക്കലും തുടർക്കഥയാവരുത്. അതിൽ നിന്ന് എന്തെങ്കിലും പാഠമുണ്ടാവും ഓരോ തോൽവിയിലും. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ക്രൈസിസിലും, തോൽവി മാത്രമല്ല, ഓരോ ക്രൈസിസിലും ഓരോ പ്രശ്നങ്ങളിലും ദൈവം പടച്ചോനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നന്മ കണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിജയത്തിലേക്ക് കയറുക എന്നുള്ളതാണ് എപ്പോഴും ആ ഒരു കാര്യം. മലപ്പുറത്തിൻ്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവട്ടെ, ഞാനൊരു മലപ്പുറത്തുകാരിയാണ് കേട്ടോ. ഈ ഒരു നിങ്ങളുടെയൊക്കെ പാഷൻ എന്നാണ്, ഇല്ലെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്ന ആളും കൂടെ ആയതുകൊണ്ട് പറയാണ്, എല്ലാവരും തോൽവി എന്ന് പറയുന്നതിൽ സ്റ്റക്കാവാണ്ട് നിൽക്കുക. അപ്പോൾ മലപ്പുറത്തിൻ്റെ മക്കളെ, തോൽവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിജയമാക്കി മാറ്റാൻ പറ്റട്ടെ. എപ്പോഴും കൈ മുകളിലോട്ട് ഉയർത്തി മാത്രം നിൽക്കാൻ പറ്റട്ടെ. എപ്പോഴും ഉന്നതികളിൽ എത്തട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.